ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എന്നോട് കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് പേര് വന്നിട്ട് നമ്മളുടെ 7 days മാജിക് മിറാക്കിൾ വീഡിയോ ഉണ്ടല്ലോ അത് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി. ഇതിനിടയ്ക്ക് 3 തവണയും ഞാനത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെപ്പോഴും ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഇൻറ്റ്യൂഷൻ, ഒരു സെൽഫ് ഇൻറ്റ്യൂഷൻ എനിക്ക് തോന്നാറുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ടൈമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നൊരു ടൈമാണെന്നുള്ള ആ ഒരു തോട്ട് വരുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു എടുക്കുമ്പോൾ കാർഡ്സും ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വിസിബിലിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യൂണിവേഴ്സ് തന്നെ അതിനുള്ളൊരു സൈൻ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അങ്ങനെയുള്ള 3 തവണ ഞാൻ വീഡിയോസ് ചെയ്തപ്പോഴും ഒരുപാട് പേർക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയതായിട്ട് അവർ കമൻസിലൂടെയും നേരിട്ടും എല്ലാം എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെയുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ടൈം ആയി എന്ന് തോന്നുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുത്ത് മുൻപോട്ട് പോകാനായി ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവ്ലി അവരെക്കുറിച്ചുള്ള ആ ഒരു മെമ്മറീസ് കൊണ്ടുവരിക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും വളരെയധികം ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അതിജീവിച്ച് പോരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ പലപ്പോഴും ഇത് ഓർത്ത് വീക്കാവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഇതിനിടയിലെല്ലാം നിങ്ങൾ പലപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിട്ട് വല്ലാതെ ടെൻസ്ഡ് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ അത്രമേൽ ഒരു ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിദേശത്ത് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആയിട്ടുള്ള വ്യക്തികളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ വ്യക്തി 2 ഡിസിഷൻസിൽ പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു പേഴ്സണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് തീരുമാനത്തിലേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഏതാണ് റൈറ്റ് ചോയ്സ് എന്നറിയുന്നതിനായിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ എത്ര നാളായിട്ടുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ആ ഒരു പഴയ രീതിയിൽ നിങ്ങൾക്ക് ജെല്ലാവാൻ സാധിക്കാതിരിക്കുന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് നിങ്ങൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കാം, നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരിക്കാം. എന്തോ ഒരു രഹസ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയുണ്ട്, പക്ഷേ നിങ്ങൾക്കതിലൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉടനെ വന്നു ചേരുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചത് ഇങ്ങനെയുള്ള എന്തോ ഒരു ഒളിച്ചുകളി ഇതിനകത്ത് നടക്കുന്നുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്നുള്ളൊരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ വന്ന് അത് തുറന്ന് പറയണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ക്ഷമാപണം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് നിങ്ങൾക്കുള്ളൊരു ഹെൽപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്നത് പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നേരത്തെ ഉള്ളതാണെങ്കിൽ പോലും നിങ്ങൾ 2 പേരെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ ഈ ഒരു സെപ്പറേഷന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ മാനസികമായിട്ട് ഒന്ന് അകന്നു പോയ ശേഷം മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും
ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സഹായം നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് പല കാര്യങ്ങളും നിങ്ങളെ മനസ്സിലാക്കിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പായി മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ വന്നു ചേർന്നാലും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല, അല്ലാതെ മറ്റേതെങ്കിലും ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കരിയർ വൈസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. എങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ അധികമായിട്ട് സന്തോഷിപ്പിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ഫോക്കസ് ഈ ഒരു പേഴ്സണെ തന്നെ ചുറ്റിപ്പറ്റിയാണ്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുന്ന പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് എല്ലാം നിങ്ങൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. അല്ലാന്ന് അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നു ചേരുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള എന്തെങ്കിലും ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലൊന്നും ഫുള്ളി ഫോക്കസ്ഡ് ആവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയുടെ അഭാവം നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചാലും നിങ്ങളുടെ മൈൻഡ് പറയുന്നത് ആ ഒരു സന്തോഷം കാണാനായിട്ട് ഈ ഒരു വ്യക്തി ഇല്ലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഭാവത്തിൽ എനിക്ക് എന്തെല്ലാം സന്തോഷം ഉണ്ടായിട്ടും എന്താണ് കാര്യം, എനിക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയേനെ എന്നുള്ളൊരു തോട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഈ ഒരു തോട്ട് ലെറ്റ് ഗോ ചെയ്ത് കളയണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയെ അല്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ല, തീർച്ചയായിട്ടും മറ്റൊരാളില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഞാൻ പൂർണ്ണതയുള്ള ഒരു പേഴ്സണായിട്ട് മാറുന്നില്ല, എനിക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർ കൂടി വേണം എന്ന് നമ്മൾ ശടിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട്, എനിക്കത് കിട്ടണം. നമ്മൾ കരഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടിയുടെ കാര്യം പറയുന്ന പോലെയാണ് നിങ്ങളുടെ മൈൻഡ്. എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യുകയാണ്. അതായത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ആ ഒരു നന്മകൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പ്രസരിപ്പ്, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ എന്തോ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ ആ ഒരു പേഴ്സൺ പോലും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളതെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണതയില്ല എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്റ്റഡ് ആവണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചുറ്റിനുമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. നിങ്ങളാണ് ആ ഒരു പ്രൈമറി അല്ലെങ്കിൽ ആ ഒരു പ്രൈം ഫോക്കസ് നിങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഹിം ഓർ ഹർ ഐ ആം നത്തിങ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ബ്ലോക്കേജ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്നുമല്ല, എനിക്ക് എന്തെല്ലാം സന്തോഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായാലും അവരെൻ്റെ കൂടെ വേണം, അവരില്ലാന്നുണ്ടെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് മറ്റു കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ പോലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും ഇല്ലാതെ എന്നാലും എൻ്റെ കൂടെ അവനോ അല്ലെങ്കിൽ അവളോ ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റക്കിങ് അല്ലെങ്കിൽ ആ ഒരു ഇവരെ തന്നെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി മാറുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങൾ വരണം. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെയായിരിക്കണം. ഒരിക്കലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയെ ഓർക്കാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടുടാ, ഇങ്ങനെയൊന്നുമല്ല. അവർ നിങ്ങൾക്ക് ഓർക്കാം, ഇഷ്ടപ്പെടാം, അവരുടെ മെമ്മറീസ് എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാം. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സെൽഫ് വാല്യൂ നിങ്ങൾ കളയരുത്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും നിങ്ങൾക്ക് തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു തോട്ട് കാര്യങ്ങളെല്ലാം പുറകിലേക്ക് പോരുന്നതും അതുപോലെ തന്നെ യൂണിവേഴ്സ് തരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതും. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ട്രാക്കിലേക്ക് പോയി നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ മാത്രം കാര്യങ്ങൾക്ക് പ്രൈം ഫോക്കസ് കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്കും ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അവരുടെ മൈൻഡിലും ആ ഒരു തോട്ട് വരുന്നതാണ്. ഇത് ഒരു തരത്തിലുള്ള ഒരു റിഫ്ലക്ഷനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ, നമ്മൾ ആ ഒരു മിറർ ഇമേജ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണും ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ട് വന്ന് നിൽക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ഏത് വേണം എന്നുള്ളൊരു ചൂസ് ചെയ്യാനുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഗട്ട്സ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹാർഡ് വർക്ക് ഇൻ ദ സെൻസ് ചിലപ്പോൾ മെൻ്റലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ, എഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്കിനി എന്താണ് അടുത്തൊരു വഴി എന്നറിയുന്നതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ തിരഞ്ഞു പിടിച്ച് എല്ലാ വഴികളും നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. പല പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം വരെ കളഞ്ഞിട്ടുണ്ടാവാം. എങ്ങനെ നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തളർന്ന് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഇത് ഒരിക്കലും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇനി നിങ്ങൾക്ക് അതിനുള്ള ഒരു എനർജി ഇല്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയി എന്ന് മനസ്സിലായിട്ട് പോലും പിടിവിടാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ആ ഒരു അധ്വാനം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോകാനായിട്ട് നിങ്ങളെടുക്കുന്ന ആ ഒരു സ്ട്രഗിൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിനുള്ള പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് എത്രയും വേഗം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നിരാശപ്പെടുകയോ അല്ലാന്നുണ്ടെങ്കിൽ മുൻപോട്ടുള്ള ലൈഫിന് വെറുത്ത് ഇനി എന്തെന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് നിങ്ങളുടെ സ്ട്രഗിൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. ഇത്രത്തോളം നിങ്ങൾ സഫർ ചെയ്ത് ഇതിനകത്ത് തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് അത്രത്തോളം സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവരില്ലെങ്കിൽ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആണെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം നല്ലതല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ലൈഫിന് അർത്ഥമില്ലാതെ പോവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വാല്യൂ കൊടുക്കാതെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ആ ഒരു കാര്യങ്ങൾ ഡിലേ ആയിട്ട് വരുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് നമ്മളുടെ കർമ്മയുടെ പ്രശ്നമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയദോഷം കൊണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ അനുഭവിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് വരും. പക്ഷേ അതിൻ്റെ ഒരു കാഠിന്യം നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ കുറയ്ക്കാൻ സാധിക്കും. സോ നിങ്ങളിവിടെ നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുക. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അങ്ങനെ ആവാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് അത്രത്തോളം ഒരു ദൈവവിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെന്ന് വരാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം അങ്ങോട്ട് ദൈവവിശ്വാസം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി അല്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ മുൻപോട്ട് പോവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു സെപ്പറേഷൻ്റെ സങ്കടം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ പെയിൻ എല്ലാം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് ഓവർകം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് പഠിച്ചു കഴിഞ്ഞു. ആ ഒരു സ്റ്റെപ്പ് അവർ കടന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറി എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മാത്രമാണ് ഇപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് അവരുടേതായ കാര്യങ്ങളായിട്ട് മുൻപോട്ട് പോകണം, എങ്കിൽ മാത്രമേ ഇനി ഒരു പ്രോഗ്രസ് ഉണ്ടാവൂ എന്നുള്ളൊരു തോട്ട് നല്ല രീതിയിലുണ്ട്. ഇനി നിങ്ങൾക്കും കൂടി ആ ഒരു തോട്ട് വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ ഒരു രീതിയിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അതിന് സാധിച്ചു. ഇനി നിങ്ങളും കൂടി ആ ഒരു രീതിയിലേക്ക് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യൂണിയൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ബ്ലെസ്സിങ്സ്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് എനിക്കിപ്പോൾ തന്നെ നടക്കണം, എത്രയും വേഗം നടന്നേ പറ്റൂ എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് പോവേണ്ടെന്ന് യാതൊരു ആവശ്യമില്ല. അതിനുള്ളൊരു സമയം കൊടുക്കുക. അത് നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി കുറച്ച് പേഷ്യൻസ് ലെവലിലേക്ക് മുൻപോട്ട് പോവുക. നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്ത് പോവുക. ഈ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവർക്കും കൂടി അതിനുള്ളൊരു സ്ട്രെങ്ത്ത് വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുൻപോട്ട് പോകാനായി കഴിയുള്ളൂ.
അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ്സിൻ്റെ എനർജി പോലെ തന്നെ ആ ഒരു ട്രൂത്ത് ആൻഡ് ബ്ലെസ്സിങ്സ് എന്നുള്ള 2 കാർഡുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാർഡുകളുടെ എനർജി പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് അപ്കമിങ് എന്നുള്ള രീതിയിൽ വരാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് യാതൊരു അർത്ഥവും ഇല്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും ക്ലിയർ ആയിട്ട് അറിയില്ല. നിങ്ങൾക്ക് പോലും അറിയില്ല ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഇപ്പോൾ എന്തുണ്ടായേ എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് പോലും കാണും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം മാറി ആ ഒരു സത്യം നിങ്ങൾക്ക് റിവീലായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ 4 ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് പോലെ തന്നെ ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ ഒരു പുഷ് യൂണിവേഴ്സിന് കൊടുക്കേണ്ട. കാരണം യൂണിവേഴ്സിന് അറിയാം നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് കൊണ്ടുവന്ന് തരണം എന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ മലപ്പുറം ഡിസ്ട്രിക്റ്റ്, ഓഗസ്റ്റ് മന്ത്, നമ്പർ 13, ട്രിവാൻഡ്രം, നമ്പർ 17, നമ്പർ 15, കോട്ടയം ഡിസ്ട്രിക്റ്റ്, മെയ് മന്ത്, ലെറ്റർ യു, നമ്പർ 14, ലെറ്റർ വൈ, ലെറ്റർ ഇ, ലെറ്റർ ക്യൂ, Gemini zodiac sign, letter M, number 10, letter T, T ആണ്, letter S, Taurus zodiac sign, number 25, number 18, number 16, November month, number 2, number 8, letter F, ആലപ്പുഴ, letter A, Pisces zodiac sign, number 28, Palakkad district, number 7, letter I and letter J. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.